കൗസല്യ കാണുന്നില്ലല്ലോ, അവൾക്ക് എന്ത് പറ്റി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കൗസല്യ വരാതിരിക്കില്ല. മണി 11 11:30 വരെയാണ് മുഹൂർത്തം. ഇനി അരമണിക്കൂർ കൂടി ഉണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ആ കൗസല്യ ഒന്ന് വിളിക്കൂ. കൗസല്യന്ന് ലീവിലാണ്, സുഖമില്ലാതെ കിടപ്പിലാണെന്ന് പറഞ്ഞു. അവര് തന്ന ലീവ് ലെറ്റർ ഇങ്ങോട്ട് കൊടുത്തയച്ചിരുന്നല്ലോ. ആ ഇതാ. എന്താണ് കൗസല്യ ഇതിന്റെ അർത്ഥം? എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. എനിക്കും ഒരല്പാഭിമാനമുണ്ടെന്ന് നീ ഓർക്കണം. എന്താ സുഖമില്ലേ? വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ. 104 ഡിഗ്രി പനിയുണ്ടായിരുന്നു. കൗസല്യക്ക് സുഖമില്ലെന്ന് ഓഫീസ് ലീവ് ലെറ്റർ കണ്ടു. ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാം. ഡോക്ടറെ കാണിച്ചു, ഒരു ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ മരുന്ന് ഡോക്ടർ തന്ന കൗസല്യ ഗുളിക കഴിക്കൂ. രവി, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങട്. ഇനി അല്പനേരം ഉറങ്ങിക്കോളൂ. രവി ഇവിടെ ഇരിക്കുമല്ലോ, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. ബോംബെയിലേക്ക് ഒരു ട്രങ്കോൾ ചെയ്യണം. 4 മണിക്കൂർ കഴിഞ്ഞ് മരുന്ന് വീണ്ടും കൊടുക്കണം. അപ്പോഴേക്ക് ഞാനിങ്ങ് വരാം. വിവരമറിയാതെ ഞാൻ അല്പം ശകാരിച്ചു പോയി, എന്നോട് ക്ഷമിക്കൂ. കിട്ടുമോൻ എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു. കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് മോളെ, കുറച്ച് കൊണ്ടുവരട്ടെ. അല്പം കഴിയട്ടെ അമ്മാവ. ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനമുണ്ട്. ഉറങ്ങാണ്. ഉറങ്ങിക്കോളൂ. മരുന്ന് കൊടുത്തോ? കൊടുത്തു. രവി വേണമെങ്കിൽ പൊയ്ക്കോളൂ, കാലത്ത് വന്നാൽ മതി, ഞാൻ ഇരിക്കാം.
ഞാൻ എഴുതി തന്ന ക്യാപ്സ്യൂൾസ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അത് തന്നെ ഇന്നുകൂടി കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാനൊരു മരുന്ന് എഴുതി തരാം. മിസ്സസ് എന്താ പേര്? കൗസല്യ. ഇവരുടെ ഭർത്താവ്? ഇദ്ദേഹമാണ്. ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. സാരമില്ല. ഷീ വിൽ ബി ഓൾ റൈറ്റ് വിത്തിൻ 2 days. ഹലോ, ഗായത്രി ഹിയർ. ഞാൻ രവി. ആ സിംഗപ്പൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തോളൂ. വാട്ട്? നിങ്ങളാണ് രവി? അതെ, ഞാൻ വരാം. അപ്പോൾ രവിയുടെ ജീവിതത്തിന്റെ സംഗീതം? തമാശ പറയാതെ യാത്രകളുടെ ഏർപ്പാടുകൾ ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു രവി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞാൻ ഒന്ന് ഓഫീസ് വരപ്പെട്ട് ഉടനെ വരാം. ശരി. കിട്ടുമാവാ, കിട്ടുമാവാ, ഈ പേഴ്സ് ഇവിടെ വെച്ച് മറന്നിട്ട് പോയി. ഒന്ന് കൊണ്ടുകൊടുത്തേക്ക്. ഇപ്പൊ പോയതേ ഉള്ളൂ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. പേഴ്സ് അച്ഛൻ ഇവിടെ എങ്ങനെ വന്നു എന്നായിരിക്കും. ഞാൻ കൗസല്യയുടെ വേലക്കാരനാണ്. അച്ഛൻ എന്റെ ഭാര്യയുടെ വീട്ടിൽ വേലക്കാരനായിട്ട് നിൽക്കുന്നു. പേടിക്കണ്ട, ആ വക ബന്ധങ്ങളൊന്നും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല, അറിയിക്കാനും പോകുന്നില്ല. അച്ഛൻ എന്താണ് ഈ ചെയ്തത്? നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ ഉപേക്ഷിച്ചു. പക്ഷേ എന്റെ പേരക്കുഞ്ഞിനെയും അതിന്റെ തള്ളയും ഞാൻ ഉപേക്ഷിക്കണമെന്നില്ലല്ലോ. അവർക്ക് ചെലവിന് കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും അവരെ സഹായിക്കാമെന്ന് വെച്ചത്. തെറ്റ് എന്റേതാണ്. അത് ഇനിയെങ്കിലും തിരുത്തിയാൽ നിനക്ക് നന്നു. ഇനിയും അച്ഛനൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. എന്റെ മകനെ മനസ്സിലാക്കാൻ കുറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ആ, ഓഫീസിൽ സംബന്ധിച്ചു. നീ പോ. മോൾ അറിഞ്ഞോ? എന്താ? രവി വീട് ഒഴിഞ്ഞു പോയി. എന്തിന്? ആ, ആർക്കറിയാം. അല്ലെങ്കിലും അതൊക്കെ അന്വേഷിക്കാൻ എനിക്കെന്ത് അവകാശം? എന്നാലും ഒരു വാക്കുപോലും പറയാതെ പോയി കളഞ്ഞല്ലോ. എന്ത് പറയാനാണ് മോളെ, എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഗായത്രിയോ? വരും, ഇരിക്കും. തിരിഞ്ഞില്ല, എനിക്ക് അല്പം ധൃതിയുണ്ട്. എന്നാ പ്രത്യേകിച്ച്? രവിയും ഞാനും ഒരു പ്രോഗ്രാമിന് പോവുകയാണ്, സിംഗപ്പൂര്. അതിന് ഞങ്ങള് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗസല്യ തീർച്ചയായും വരണം. താങ്ക് യു. ആ, വരില്ല. കുടിക്കാനെന്താ വേണ്ടത്? ഒരു നിമിഷം, ഞാൻ ടെസ്റ്റ് ചെയ്ത് വരാം. ശരി.
All the best. താങ്ക് യു. ഒരു നിമിഷം. രവിയോട് ക്ഷമിക്കുമല്ലോ. എനിക്ക് എന്റെ കുഞ്ഞ്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. കൗസല്യ എന്നോർത്ത് ദുഃഖിക്കണ്ട. കൗസല്യ എവിടെയിരുന്നാലും സുഖമായിരുന്നു മതി. താങ്ക് യു രവി. ആ കൗസല്യ വരൂ. ഇരിക്കൂ. ഹലോ. ഹലോ. ഗുഡ് ലക്ക്. താങ്ക് യു. Come on, move. Really fantastic. ബ്യൂട്ടിഫുൾ മൂമെന്റ്. താങ്ക് യു. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം. Okay. മിസ് രവി, 1 minute.